ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇറച്ചിച്ചോറിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇറച്ചിച്ചോറ് വേറൊരു രീതിയിൽ തയ്യാറാക്കുന്നതിന്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കാണാം. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുതേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചെടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. സ്പൈസസ് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 3 സവാള നീരുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒരുപാടൊന്നും വഴറ്റിയിട്ടില്ല, ചെറിയ രീതിയിലൊന്നും വഴറ്റിയെടുത്താൽ മതി. സവാള വഴഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയതാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് ഉള്ളി പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളൊക്കെ വഴറ്റിയതിനു ശേഷം നമുക്കതിലേക്ക് ഇറച്ചിയിട്ട് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 3/4 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 2 വലിയ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീരും കൂടി ഇട്ട് കൊടുക്കാം. അതിന് വേണ്ട ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരി എടുക്കാം. ഞാനിവിടെ സാധാരണ ചോറ് വെക്കാൻ എടുക്കുന്ന പുഴുങ്ങലരിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അരി എടുത്തിട്ടുണ്ട്. 1 കിലോ അരിക്ക് 3/4 കിലോ ഇറച്ചിയിട്ടിട്ടാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നമുക്കിവിടെ ഇറച്ചി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3/4 ഭാഗത്തോളം മാത്രമാണ് ഇറച്ചി വേവിച്ചെടുത്തിട്ടുള്ളത്. ബാക്കി റൈസിന്റെ കൂടെ കിടന്ന് വെന്ത് കിട്ടിക്കോളും. ഇത് ചോറ് തയ്യാറാക്കാനായിട്ടുള്ള ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിന്റെ കൂടെ തന്നെ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള അരിയും കൂടി ഇട്ട് കൊടുക്കാം. അരി നമുക്ക് ആ ഒരു സമയത്ത് മാത്രം എടുത്ത് കഴുകിയാൽ മതി. നേരത്തെ സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് മഞ്ഞൾ കുറവാണെങ്കിൽ ഇതിന്റെ കൂടെ മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിന്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരി വെന്ത് കിട്ടാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 4 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 4 കപ്പിന് ഞാനിവിടെ 10 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വെള്ളം വറ്റിച്ച് നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ചോറ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇറച്ചിയും അരിയും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇറച്ചിച്ചോറ് തയ്യാറാക്കി എടുക്കാം. ഇറച്ചിച്ചോറ് തയ്യാറാക്കി എടുക്കുമ്പോൾ അധികം മസാല ഇട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.